പദാർത്ഥം കയ്യിൽ കൊടുക്കുമ്പോൾ പോലും അത് വാങ്ങാൻ വാപ്പക്ക് അനുവാദമുണ്ടോ ഉമ്മക്ക് അനുവാദമുണ്ടോ എന്നു ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഒരു കുട്ടിക്ക് പറ്റുമെങ്കിൽ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് കുട്ടി അവിഹിതങ്ങളും അതേപോലെ തന്നെ അന്യായങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ വലിയ പ്രയാസം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുട്ടികൾ നാളെ സ്വർഗത്തിലേക്കും അതേപോലെ തന്നെ ജീവിത വിജയത്തിലേക്കും നമ്മുടെ അഭിമാനത്തിലേക്കൊക്കെ കയറി വരണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ബോധപൂർവ്വം ഇടപെടണം. മാത്രമല്ല, എന്നാൽ ഇന്നത്തെ ഇടപെടലുകളാകട്ടെ സുഹൃത്തുക്കളെ വലിയ പ്രശ്നമാണ്. അതും പറയാതെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 500 റുപ്യ കൊടുത്തൊരു കൂലിക്കാരനെ ഒരു ദിവസം വീട്ടിൽ നിർത്തുന്ന അധ്വാനമാണ് 2 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കാൻ. ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അച്ചടക്കത്തോടു കൂടെ അവൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നില്ല. ഇതിലും സുഹൃത്തുക്കളെ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. വീട്ടിൽ കുട്ടികൾ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാര്യത്തിൽ അവരെ സമയം വിനിയോഗിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുട്ടിക്ക് വെറുതെക്കാൻ പറ്റില്ല, ഒരു കുട്ടിക്കും വെറുതെക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കുട്ടി എന്തു ചെയ്യണം എന്നതിനൊരു പരിഹാരം അവന് നിർദ്ദേശിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ വീടുകളിൽ ചെയ്യുന്നത് ഗെയിമൊക്കെ എന്തുമാത്രം അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടതാണ്, വസ്തുതയാണെന്നാണ് ഞാൻ ആ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് അവൻ നിരന്തരമായി, അതായത് ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ, സംസാരം കേൾക്കുമ്പോഴാണല്ലോ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു എന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ സമയം മൊബൈലുമ്പോൾ ഗെയിമേറ്റ് കളിക്കുമ്പോൾ ആരുമായും ഇടപെടുന്നില്ല, മുണ്ടുന്നില്ല, കേൾക്കുന്നില്ല. അവസാനം വർത്താനം നിന്നുപോയി. ഇപ്പോൾ ആ മൊബൈൽ വാങ്ങി വെച്ച് ഫിസിയോതെറാപ്പി നടത്തി അതേപോലെ തന്നെ അവന് കേൾക്കാനുള്ള സമയം സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടാണ് ഇപ്പോൾ അവൻ്റെ സംസാരം രണ്ടാമത് ആരംഭിച്ച് കിട്ടിയതെന്നാണ്. ഞാൻ പറഞ്ഞു, എന്തു കാര്യത്തിൽ കുട്ടി വ്യാപൃതനാവണം എന്ന കാര്യത്തിലൊരു തീരുമാനം വേണം സുഹൃത്തുക്കളെ. അത് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. കുട്ടി അങ്ങോട്ട് പോകണ്ട, കളിക്കാൻ മുറ്റത്ത് പോകണ്ട, വെയിലത്തേക്ക് പോകണ്ട, കോണിമ്മ കയറണ്ട, അതേപോലെ തന്നെ ഓടണ്ട, വികൃതി കാണിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയൊരു കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊന്ന് അരമണിക്കൂർ നിന്നുകൊണ്ട് വീട്ടിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും മാതാപിതാക്കളും കുട്ടികളിൽ ഇടപെടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യാൻ പറ്റിയൊരു കാര്യം സുഹൃത്തുക്കളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞപ്പോൾ ഏറ്റവും മിനിമം നമ്മുടെയൊക്കെ പണ്ഡിതന്മാരുടെ പലരെയും ചരിത്രം പരിശോധിച്ച് നമുക്ക് ഇമാം അഹമ്മദിനെയൊക്കെ ചരിത്രം വായിച്ചാൽ അറിയാൻ പറ്റും. അവരെ ഉമ്മയും വാപ്പയാണ് അവരെ ഹാഫിലിങ്ങളാക്കിയത്. ഒരു 2 ആയത്ത് ഓതി പഠിക്കാൻ ഒരു ദിവസം വർക്ക് കൊടുക്കുന്നത്. ഒരു കുട്ടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നല്ലൊരു കാര്യൻ്റെ ഓത്തിട്ട് കൊടുത്തുകാട്ട് അവനെ ഓതാനൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു 5-ാം വയസ്സിലൊരു കുട്ടി ഒരു 7 വയസ്സ് 8 വയസ്സാകുമ്പോഴേക്കിന് 30 ജുസും ഹിഫ്ളാക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോളേജിലെ സെക്കൻഡ് ഇയർ അവസാനിക്കുമ്പോൾ ഓരോ കുട്ടിക്കും സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഒരു കുട്ടി ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു. എന്താണ് ആ കുട്ടി പറഞ്ഞത് ചോദിച്ചാൽ, അവൻ പറഞ്ഞത് ഇങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഹാഫിളാണ്. അപ്പോൾ ഞാൻ അവനോട് കഴിഞ്ഞിട്ട് വെച്ചു, നീ എങ്ങനെയാണ് ഹിഫ്ളാക്കിയത്? അവൻ പറഞ്ഞ കാര്യം, ഒരു ഹിഫ്ള് കോളേജിലും പോയിട്ടില്ല സുഹൃത്തുക്കളെ. തൊട്ടടുത്ത പള്ളിയിലുള്ള ഇമാമിനോട് പറഞ്ഞു അവൻ്റെ ആ ഓത്തും അതിൻ്റെ ആ മഹ്റജും തജ്വീദൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കണം. അങ്ങനെ വീട്ടുകാരെ പ്രോത്സാഹനവും ആ ഉസ്താദിൻ്റെ ഒരു സഹായവും കൊണ്ട് അവൻ ഹിഫ്ളാക്കി. നമ്മുടെ കുട്ടികൾ മുഴുവനും ഹാഫിളീങ്ങളാകും. ഒരു ചെറിയ സമയം ഗൾഫിൽ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ വിസിറ്റ് പോയപ്പോൾ ഞാൻ കേട്ടതാണ്, 60 ദിവസം വെക്കേഷൻ്റെ 60 ദിവസം ആ കുട്ടികളെ മുഴുവൻ എന്ത് വെച്ചാൽ അവരൊരു സ്ഥലത്ത് ഒരു മദ്രസയിൽ വരുത്തി 60 ദിവസത്തേക്ക്. എന്നിട്ട് ആ 60 ദിവസം കൊണ്ട് അവരവിടെ ഹിഫ്ള് പഠിപ്പിക്കുകയായിരുന്നു. ആ 60 ദിവസം കൊണ്ട് ഏകദേശം 15 ജുസ് വരെ ഹിഫ്ളാക്കിയ കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു, ഹിഫ്ള് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് സുഹൃത്ത്, അല്ലെങ്കിൽ വായിച്ചോട്ടെ, നല്ല പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ചോട്ടെ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ കുട്ടികളെ നമ്മൾ ഒരു സമയം അനുവദിച്ച് കൊടുത്ത് അവർക്കൊരു വർക്ക് കൊടുത്താൽ അവരതന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രക്ഷിതാക്കന്മാർ അല്പം ബോധപൂർവമായി ഇടപെട്ട് ചെയ്യാൻ പറ്റാത്തത് മാത്രം പറയാതെ ചെയ്യാവുന്ന ചില കാര്യങ്ങളെ കുട്ടികൾക്ക് അസൈൻ ചെയ്ത് ഏർപ്പെടുത്തി കൊടുത്താൽ ആ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇനി അടുത്ത ഭാവി നമ്മളൊന്നും വിചാരിക്കാത്ത അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഇസ്ലാമികമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നിടത്ത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ രണ്ടാമത്തൊരു കാര്യം നമ്മുടെ പെൺകുട്ടികളെ കാര്യം. സുഹൃത്തുക്കളെ, എന്താണെന്നറിയില്ല,
എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു +2 പ്രായമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികളും മാതാപിതാക്കളുടെ ഇഷ്ടമൊന്നും നോക്കാതെ അവിഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന കഥ നമ്മളെയൊക്കെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം. ഇതിൽ വലിയൊരു പ്രശ്നം എന്താണെങ്കിൽ ഇങ്ങനത്തെ കുടുങ്ങിപ്പോകുന്ന കുട്ടികളെ നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അത്തരം തിന്മകളിൽ കുട്ടികൾ കുടുങ്ങാതിരിക്കലും പെടാതിരിക്കലും തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല പരിചയമുള്ള വല്ല കോളേജിൻ്റെ മുന്നിലും നിങ്ങളൊരു അരമണിക്കൂർ പോയി നിന്നാൽ മതി. ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വീടിൻ്റെ അപ്പുറത്തും കോളേജാണ്. സുഹൃത്തുക്കൾ, ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ല. ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് കുട്ടികൾ വിട്ടു വരുന്ന ഗേറ്റിൻ്റെ അടുക്കൽ പോയി നിങ്ങൾക്ക് കാണാം ആണും പെണ്ണും വരുന്ന രൂപം. സുഹൃത്തുക്കളെ, ഇത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാഞ്ഞിട്ട് തന്നെ ഒരു അന്യ ആണിനെ കാണുമ്പോൾ അവർ കുറച്ച് ദൂരത്തേക്ക് മാറി നിന്ന് ലജ്ജയോടുകൂടെ ഒരു അന്യ പുരുഷൻ എന്ന നിലക്ക് മാറി നിൽക്കുന്ന ഒരു ഇസ്ലാമിക സംസ്കാരം സഹോദരങ്ങളെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ പറഞ്ഞ ഖുർആൻ പ്രകാരവും ഇസ്ലാമിക നിയമപ്രകാരവും ഒരു അന്യ പുരുഷനോട് ഒരു അന്യ സ്ത്രീ എങ്ങനെ നിൽക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ 18 വയസ്സായാൽ ആത്മാഭിമാനത്തോടുകൂടെ ദീനിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ, സാധിക്കില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ മഹറമായ പുരുഷന്മാരും അല്ലാത്ത വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട പുരുഷന്മാരും അല്ലാത്ത ആളുകളോടും എങ്ങനെ പെരുമാറണമെന്നാണ്. അതിൽ 2 കാര്യം പ്രധാനമായും നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത്തെ കാര്യം സംസാരമാണ് സുഹൃത്തുക്കളെ. നിങ്ങളെ പെൺകുട്ടികളെ മാത്രം വിളിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ പഠിപ്പിച്ചാൽ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. പെൺകുട്ടിയോട് നിങ്ങൾ പറയേണ്ട, രക്ഷിതാക്കന്മാർ പറയേണ്ട കാര്യം, ഒരിക്കലും അന്യ പുരുഷനോട് തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് സംസാരിക്കാനുള്ള ഒരു അനുവാദം ഒരു മുസ്ലിം പെൺകുട്ടിക്കില്ല. അത് ഖുർആനിലെ ആയത്തുള്ളതാണ്. വലാ തഖ്ലഅന ബിൽ ഖൗൽ. എന്താണ്? തന്മയത്വത്തോടു കൂടെ ഒരു ആളോട് നീ സംസാരിക്കരുതേ എന്ന് സ്ത്രീക്ക് സഹോദരങ്ങളെ ഇസ്ലാം നിർദ്ദേശമാണ്. ഞാൻ ആരാണത് പാലിക്കണത്? നമ്മുടെ പെൺകുട്ടികൾ ഫോൺ ചെയ്യുന്നു. അതേപോലെ തന്നെ സഹോദരങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ജ്യേഷ്ഠൻ്റെ എളാപ്പാൻ്റെ മക്കൾ, ഇളയമാൻ്റെ മക്കൾ, ആരൊക്കെ വന്നാലും ക്ലാസ്മേറ്റ്സ് നിരന്തരമായി ഫോൺ ചെയ്ത് തമാശകളെന്ന് പറഞ്ഞാലും പോരെ, പുറത്തടിച്ചും തോണ്ടി വിളിച്ചും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ആണ് ക്ലാസ്സിൽ പെരുമാറുന്നത്. ഒരു 3, 4, 5, 8 കൊല്ലമൊക്കെ ഒന്നിനാത്രം പോകുന്ന ആൺകുട്ടികളോടൊപ്പം കളിച്ച് ചിരിച്ച് ഉല്ലസിക്കാൻ ക്യാമ്പസിലേക്ക് വിട്ടാൽ ആ പെൺകുട്ടി ഏതെങ്കിലും ആൺകുട്ടിയോടൊപ്പം കൂടി വാപ്പാനിമ്മാനി ഒഴിവാക്കി പോയി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ എന്ത് അത്ഭുതമാണ് അതിലുള്ളത്? ഒരത്ഭുതം അതിലില്ല. അതുകൊണ്ട് എങ്ങനെ അന്യ ആണുങ്ങളോട് പെരുമാറണം എന്ന് ഇസ്ലാമികമായ നിലക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മളെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരും പെരുമാറുമ്പോൾ വീട്ടിൽ അന്യ പുരുഷന്മാർ വരുമ്പോൾ ആ ഒരവസ്ഥയിൽ പെരുമാറാൻ പറ്റണം. ചില വീട്ടിലൊന്നും നമ്മൾ ചെന്നാൽ അവിടെ സ്ത്രീകൾ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ സുഹൃത്തുക്കൾ, അവിടുത്തെ പുരുഷന്മാർ ഏത് രൂപത്തിൽ ഇടപെടുന്നു അതുപോലെ ഇടപഴകുന്ന സ്ത്രീകളുണ്ട്. അവർ തെറ്റൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ അറിയില്ല ഇസ്ലാമിൽ എങ്ങനെയാണ് ഒരു അന്യ പുരുഷനോട് പെരുമാറേണ്ടത് എന്ന് അറിയില്ല. അത് നമ്മൾ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പെൺകുട്ടിനെയും നമ്മളെ വീട്ടുമുറ്റത്ത് പന്തലിട്ട് ഇസ്ലാമിൻ്റെ ഒരു നിക്കാഹ് നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് സുഹൃത്തുക്കൾ നമ്മളാരും വിചാരിക്കേണ്ട. 2ാമത്തെ കാര്യം വേഷവിധാനങ്ങളാണ്. ഞാൻ പറഞ്ഞത് എല്ലാ നല്ല ദീനിയായ ആളുകളും സ്വന്തം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രസ്സ് സഹോദരങ്ങളെ ഭയാനകമാണ്. 2 കാര്യം, ഒന്ന് ശരീരത്തിൽ ഇറുകിച്ചേർന്ന വസ്ത്രം, അതേപോലെ തന്നെ നഗ്നത മറയാത്ത വസ്ത്രം. ഇന്ന് ഏതൊരു പെൺകുട്ടി പുറത്തിറങ്ങിയാലും മഫ്തുണ്ടാവും, ചുരിദാറൊക്കെ ഉണ്ടാകും. പക്ഷേ ഇസ്ലാം വസ്ത്രത്തിന് പറഞ്ഞ 3 നിബന്ധനകൾ, ആ 3 നിബന്ധന ഒത്ത നിലക്ക് ഒരു പെൺകുട്ടി എൻ്റെ മകൾ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയാൻ സുഹൃത്തുക്കളെ ഏതു രക്ഷിതാവിനാണ് പറ്റുക? 3 നിബന്ധന. ഒരു നിബന്ധന എന്താണ്? ദേഹത്ത് ഷെയ്പ്പ് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം, ദേഹത്ത് ഒട്ടിച്ചേർന്ന ഒരു ശരീരത്തിൻ്റെ ആകൃതി പ്രകടമാകുന്ന ഡ്രസ്സ് പാടില്ല എന്നാണ്. ഏത് കുട്ടിക്കും
ഇന്നും തരൂ. അത് ദേഹത്ത് ചേർന്ന് നിൽക്കാൻ വേണ്ടി സിബ്ബാണ്. ഒരിക്കലും ഒന്ന് അയഞ്ഞ് നിൽക്കാതിരിക്കാൻ, കാലും കൈയൊക്കെ ടൈറ്റായി നിൽക്കാൻ. ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തിന് നേരെ വിരുദ്ധം. രണ്ടാമത്തത് എന്താണെന്നറിയോ? മുഴുവൻ ഭാഗവും മറയണം. മുഴുവൻ ഭാഗവും മറയണം, കഴുത്തും കയ്യും എല്ലാം. അത് നമുക്ക് കാണാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ ഇത്ര കൃത്യതയോടുകൂടെ ഇസ്ലാം നിർദ്ദേശകൻ. മൂന്നാമത്തെ കാര്യം തരും, സുതാര്യമാകാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലെ വസ്ത്രങ്ങൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നേരിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഈ 3 നിബന്ധന പ്രകാരം വസ്ത്രം മക്കളെ ധരിപ്പിച്ച് എത്ര ആൾക്കാരുണ്ടാവും? ഈ രൂപത്തിലല്ലാതെ വസ്ത്രം ധരിച്ച് നമ്മുടെ കുട്ടികൾ യാതൊരു വിധത്തിലുള്ള അകലവും പാലിക്കാതെ അന്യപുരുഷന്മാരോട് ഇടപെടുന്നൊരു സംസ്കാരം നാട്ടിൽ വന്നാൽ സുഹൃത്തുക്കളെ, വലിയ ചീത്തപ്പേരുകളും നമ്മൾ എത്രയോ തലമുറകളായി കാത്തുചെന്ന നമ്മുടെ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ നേരത്തെ ഒരു അമുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ ആ രക്ഷിതാവ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അവൻ്റെ രജിസ്റ്റർ മാരേജ് നടക്കുന്ന അന്ന് ഞങ്ങൾ 10-60 കൊല്ലമായി താമസിക്കുന്ന ഈ വീടും ഈ പ്രദേശവും വിറ്റ് ഞങ്ങൾ പോകും. ഞാൻ കച്ചവടക്കാരെ ഏൽപ്പിച്ച് നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിയൂല, സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞു, ഇഹലോകത്തും കൈവിടും, നാളെ പരലോകത്തും കൈവിടും. നമ്മൾ ഏറ്റവും ഗൗരവപരമായി ചിന്തിക്കണം. ഇസ്ലാമിക മര്യാദ അനുസരിച്ചു കൊണ്ടുള്ള വേഷങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല ഉപദേശങ്ങളാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത്. പലപ്പോഴും ഇന്ന് നോക്കിയാൽ രക്ഷിതാക്കന്മാരും മക്കളും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. ഭയങ്കരമായ വിരോധം, ദേഷ്യം. വാപ്പാനോടും ഉമ്മാനോടുമാണ് മക്കൾക്ക് ഏറ്റവും വലിയ വിരോധം. എന്താണ് ഈ ശത്രുത ഉണ്ടാവാനുള്ള കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. മുമ്പത്തേതിനേക്കാളും സ്വാതന്ത്ര്യം മക്കൾക്കുള്ളത് കൊണ്ടാണ് മക്കൾക്ക് അങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യാൻ പറ്റുന്നത്. അതൊരു കാര്യം. അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ടത്, സുഹൃത്തുക്കളെ, പെരുമാറ്റങ്ങൾ എപ്പോഴും നമ്മൾ നല്ല രൂപത്തിലാക്കണം. നമ്മളുടെ മക്കളോടും മാതാപിതാക്കളോടും ആരോടാണെങ്കിലും നല്ല രൂപത്തിൽ, ഒരിക്കലും ദേഷ്യപ്പെട്ടും ചാടിക്കളിച്ചും ഉള്ള പെരുമാറ്റങ്ങൾ കുടുംബങ്ങളിൽ തന്നെ പോകണം. അത് ഉമ്മയും വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണെങ്കിലും വഴക്കും വക്കാണങ്ങളും പോരും വിദ്വേഷങ്ങളും തർക്കങ്ങളും അതേപോലെ തന്നെ കച്ചറകളും അടിപിടികളും നമ്മുടെ വീടുകളിൽ നിന്നും സുഹൃത്തുക്കളെ കെട്ടുകെട്ടി പുറത്തു പോകണം. യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നൊരു രംഗമുണ്ട്. എന്തായാലും ഒരു വാപ്പനെ ഒരു മകന് എത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചതാണ് ആരെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാമിനെ മകൻ. നാട്ടുകാർ മുഴുവൻ എതിരായപ്പോൾ പോലും ഒരു സപ്പോർട്ട് ചെയ്യാൻ ആ മകൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും സുഹൃത്തുക്കളെ, വെള്ളം തലമറിഞ്ഞു വരുന്ന വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹം തൻ്റെ മകനെ കപ്പലിൽ വിളിച്ച് കേട്ടെന്ന് നോക്കും നിങ്ങൾ. യാ ബുനയ്യർക്കമാന, യാ ബുനയ്യർക്കമാന, കുഞ്ഞി മകനെ, ധിക്കാരിയും അനുസരണക്കേട് കാണിക്കുന്ന കാഫിറായ തൻ്റെ മകനെ കുഞ്ഞി മകനെ എന്ന് വിളിക്കാൻ പറ്റുന്നൊരവസ്ഥ നോക്കും നിങ്ങൾ. ഏത് സാഹചര്യത്തിലാണ് എന്ന് വെറുതെ സുഹൃത്തുക്കളെ ദേഷ്യം വിട്ടും കലി പിടിച്ചും കലി ഇളകിയും മക്കളുമായി പെരുമാറുന്ന ഇടപാടിന് ഇസ്ലാമിൽ ഒരു അനുകൂലമില്ല. ഇന്നല്ലാഹ റഫീഖുൻ, അള്ളാഹു അങ്ങേയറ്റം സൗമ്യനാണ്. യുഹിബ്ബു റിഫ്ഖ്, എല്ലാ കാര്യത്തിലും അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്ന, വളരെ സൗമ്യമായി മക്കളോട് പെരുമാറാൻ പറ്റുമെങ്കിൽ ആ മക്കളുമായുള്ള നല്ല ബന്ധമുണ്ടാക്കാൻ പറ്റും. ദേഷ്യവും കോപമൊക്കെ വരുന്ന എന്തായാലും നമ്മളെ മനസ്സിലുള്ള ഓരോ പ്രശ്നങ്ങളെ കൊണ്ടാണ് നമുക്ക് ദേഷ്യവും കോപങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാച്ചാൽ അതൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചിന്തിച്ചും നല്ലത് കേട്ടും ഖുർആൻ ക്ലാസ് കേട്ടും അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരങ്ങളും ക്ഷമയോടൊക്കെ നമ്മുടെ മനസ്സിലൊരു ആത്മസംയമനം പാലിച്ചിട്ട് എപ്പോഴും സുഹൃത്തുക്കളെ പൊട്ടിത്തെറിക്കാതെ നല്ല നിലക്ക് നമ്മുടെ മക്കളോട് പെരുമാറാൻ ഭാര്യമാരോട് പറയുക, നമ്മളും ആ നിലക്ക് പെരുമാറുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾക്കും നല്ലൊരു ബന്ധം നമ്മളോട് സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഏതായിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് ദീനിൻ്റെ സമ്പൂർണ്ണമായ ഒരവസ്ഥ ഈ നാട്ടിൽ പുലർന്നു കാണണമെന്നാണ്. നബി സ്വല്ലല്ലാഹു വഹി ഇറങ്ങിയ നാട്ടിൽ നിന്നും എത്രയോ ഘാതങ്ങൾക്കപ്പുറത്താണ് നമ്മുടെ നാടുള്ളതെങ്കിലും ആ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്ന മനസ്സുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ ലളിതമായ പ്രവർത്തനങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അറിവനുസരിച്ച് കൊണ്ട് ആ സ്വഹാബത്തിൻ്റെ ആരാധനകളും ആ സ്വഹാബത്തിൻ്റെ ജീവിത രീതിയും ആ സ്വഹാബത്തിൻ്റെ വേഷവിധാനങ്ങളും എല്ലാം ശരിയായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആ വശങ്ങളെ കൈക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. എത്രമാത്രം വെച്ചാൽ അന്നത്തെ ആ ഒരു മനസ്സ് വന്നപ്പോൾ
അന്നത്തെ ചിന്തകൾ സുഹൃത്തുക്കളെ ഇന്ന് ജീവൻ കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8ാമത്തെ വർഷമായപ്പോൾ നബിൻ്റെ മനസ്സ് ആഗ്രഹിച്ചത് ലോകത്തെ എല്ലാ വീട്ടിലും ഇസ്ലാം എത്തിക്കണമെന്നാണ്. അത് നബി സ്വല്ലല്ലാഹു സ്വീകരിച്ച മാർഗം കത്തെഴുതി എല്ലാ രാജ്യത്തിൻ്റെയും രാജാധിപന്മാർക്ക് നൽകുക എന്നതാണ്. ഒരു കത്തെന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫേ ഉള്ളൂ, ഖുർആനെന്നൊരായത്ത്, ഏതാനും ചില വാചകങ്ങൾ മാത്രം. എന്നാൽ സുഹൃത്തുക്കളെ 40 പേജിലധികം വരുന്നൊരു പുസ്തകമാണ് കേരളത്തിലെ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കാൻ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മൾ ഡോർ ടു ഡോറിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഒരു പരിധിവരെ ഞങ്ങളുടെ ജില്ലയൊക്കെ, നിലമ്പൂർ സോണൊക്കെ ഇത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 22-ാം തീയതിയോട് കൂടെ കുറച്ച് ഒരു 100 ബ്ലോക്കും കൂടി തീർന്നാൽ ഇൻഷാ അല്ലാഹ് ജില്ല മുഴുവനാകുന്നൊരവസ്ഥയുണ്ട്. അന്നത്തെ ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, എല്ലാ കാര്യത്തിലും. മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ഇസ്ലാമിക പാഠങ്ങളെ ശരിയായ രൂപത്തിൽ പഠിപ്പിച്ച് നൽകാൻ. ഇപ്പോൾ വിസ്ഡം ദർസുകളുണ്ട്, നിങ്ങൾക്കറിയാം. എല്ലാ സ്ഥലങ്ങളും കിതാബു തൗഹീദ്, റിയാദുസ് സാലിഹീൻ, അതേപോലെ അഖീദത്തുൽ വാസിത്തി, അങ്ങനത്തെയൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ നമുക്ക് അറിവില്ലാത്തവർക്ക് വേണ്ടി അറിവ് പകരാൻ വേണ്ടി എഴുതിയ വ്യവസ്ഥാപിതമായ പുസ്തകങ്ങളാണതൊക്കെ. ആ പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും അത് അങ്ങനെ തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ദർസുകൾ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ സമ്പൂർണ്ണമായ ആ ദീനിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിൻ്റെ മഹത്തായ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും, ശരിയായ തൗഹീദ് എന്താണെന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും, ശരിയായ സുന്നത്തുകളിലേക്ക് അവരെ കൊണ്ടുവരാനും, ഓരോ സന്ദർഭത്തിൽ സംഭവിക്കുന്ന ബിദ്അത്തുകളെക്കുറിച്ച് ആളുകളെ താക്കീത് ചെയ്യാനും ഓർമ്മപ്പെടുത്താനൊക്കെ ഈ അവസരങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും റേഡിയോയിൽ ഒരു ഖുതുബ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അൽ മിമ്പർ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഒരു ഖുതുബ കേൾക്കാൻ അവസരമുണ്ട്. ഒരു 100-200 രൂപേൻ്റെ താഴെ ഒരു മാസത്തെ ഇൻ്റർനെറ്റിനുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തങ്ങൾ വേണം. ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സും പരിപാടികളും നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. റമദാനിൽ പ്രത്യേകിച്ചുള്ള പരിപാടികൾക്ക് നമ്മൾ കൂടുതൽ ആലോചനകൾ നടത്തണം. അങ്ങനെ ദീനിയായ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ശരിയായ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും നാളെ ഖബറിലും പരലോകത്തുമെല്ലാം സൗഭാഗ്യം ലഭിക്കുവാനും നാളെ കുടുംബങ്ങളെ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.